ഓണൊക്കെ അല്ലേ, ഞാൻ കുറച്ച് വെജിറ്റബിൾസും നേന്ത്രക്കായൊക്കെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വറുക്കാൻ പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. പക്ഷെ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ. ഞാൻ പതുക്കെ ഒന്ന് നടന്നു. ഇത്തിരി മഴ കുറഞ്ഞപ്പോൾ ഇത്രയ്ക്കധികം നേന്ത്രക്കൊലകൾ ഒരുമിച്ച് കാണാൻ പറ്റുക ഈ ഓണക്കാലത്ത് മാത്രമാണ് കേട്ടോ. പല ഭാഗത്തുനിന്നാണ് നേന്ത്രക്കൊലകൾ വന്ന് ഇറക്കലും. അവിടെ ഒരു ബഹളമാണ്, കച്ചവടം. ഈ എല്ലാ നെടുനേന്ത്രൻ, പിന്നെ അതുപോലെ ചെങ്ങാലിക്കൂട്, അങ്ങനെ പല കായകളും ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ ഉള്ളൊന്ന് നടന്നു നോക്കി. അപ്പോഴത്തേക്കും പിന്നെയും നല്ല മഴയാണ്. അധികം പർച്ചേസ് ഒന്നും നടന്നില്ല കേട്ടോ, നല്ല മഴയും കാറ്റും. അപ്പോൾ ഞങ്ങൾ ആകെ ഒരു ചെറിയൊരു നേന്ത്രക്കൊല മാത്രം വാങ്ങിച്ചിട്ട് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ലിസ് ബീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അനിഴം അത്തം കഴിഞ്ഞ 5ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അനിഴം സ്പെഷ്യൽ കുറുക്ക് കാളനുമായിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് ആൻഡ് സജഷൻസ് എന്തായാലും കമന്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാളൻ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ നമുക്ക് കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു 4 പേരുള്ള വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 2 കായ, ഒരു 100 ഗ്രാമൊക്കെ മതി, ഒരു ചേനയുടെ ഒരു കഷ്ണം, പിന്നെ മഞ്ഞൾ വേണം, ഉപ്പ് വേണം, അതുപോലെ കാച്ചിയിടാൻ നമുക്ക് കടുകും വറ്റൽമുളകും വേപ്പിലും വേണം. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരാണ്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് നാളികേരാണ്. അപ്പൊ ഏകദേശം അതിൻ്റെ ഒരു അളവ് പറയാം. തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ അരയ്ക്കാറ് സാധാരണ. എന്നുവെച്ചാൽ തിക്നെസ് പോണ്ടാന്ന് വെച്ചിട്ട് തൈര് ഒഴിച്ചിട്ട് അരയ്ക്കാറ്. അപ്പോൾ ഈ 1.5 കപ്പ് നാളികേരം എടുത്താൽ ഞാൻ ഏകദേശം 1.5 കപ്പ് തൈര് എടുക്കും. ഇതല്ലെങ്കിൽ വേറൊരു അളവ് എന്താന്ന് വെച്ചാല് നമ്മൾ നാളികേരം അരയ്ക്കാൻ ഉള്ള പാകത്തിനുള്ള തൈര് എടുത്താലും അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അത് പാകമായിരിക്കും നമുക്ക് കാളൻ ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് നാളികേരത്തിന്റെ കൂടെ അരയ്ക്കാൻ വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 6 പച്ചമുളക്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. ഇനിയിപ്പോ എരിവ് കൂടുതൽ വേണ്ടവര് പച്ചമുളക് അതിനനുസരിച്ച് ഇടാം. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും വേണം, അത്യാവശ്യത്തിന് വെള്ളം വേണം. ഈ കായ ചിലർക്ക് നുറുക്കാറില്ല. ഇപ്പൊ പുതിയ ആൾക്കാർക്കാണ് പറയുന്നത് കേട്ടോ, ഈ കായ എങ്ങനെയാണ് കാളന് നുറുക്കാൻ അറിയാം. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കായ കട്ട് ചെയ്യാണ്ട് വെച്ചത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നുറുക്കിയിടാനുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് മഞ്ഞള് നമുക്ക് അതിലേക്ക് ഇടാം. എന്നിട്ട് കായ നുറുക്കണ വിധം ഞാനൊന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അത് പുതിയ ആൾക്കാർക്കൊരു ഇങ്ങനെ നമ്മളിങ്ങനെ സാധാരണ തൊലി നമ്മൾ എടുക്കില്ല കാളന് എടുക്കുമ്പോൾ. ഇങ്ങനെ വരഞ്ഞിട്ട് നമ്മളിങ്ങനെ തൊലി കളഞ്ഞെടുക്കുകയാണ് ചെയ്യുക. നമുക്ക് കൈ കൊണ്ട് പിടിച്ചാലും ഈ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നുള്ളൂ പതുക്കെ. പിന്നെ ഈ തൊലിയൊക്കെ വേണമെങ്കിൽ ഈ ചിലവര് പയറിലൊക്കെ ഇട്ടിട്ട് വെക്കണതാണ് കേട്ടോ. നല്ല തൊലിയൊക്കെ ആണെങ്കിൽ പയറും കായത്തൊലിയൊക്കെ കൂടി വെക്കാൻ നല്ല രുചിയായിരിക്കും. കായ ഉണ്ടോ, അത് ഈ കായ ഇതുപോലെ തൊലി കണ്ടെടുത്തു. എന്നിട്ട് നമ്മൾ നടു ഇങ്ങനെ പതുക്കെ കീറിയിട്ട് ഒന്ന് ചെരിച്ചാണ് നമ്മൾ സാധാരണ കാളനെ നുറുക്കുക. ഇത്തിരി ചെരിച്ച് ഇങ്ങനെ സ്ലൈസ് ചെയ്തിടാം. അപ്പോൾ ഈ നമ്മൾ ഈ മഞ്ഞൾ എന്താ വെച്ചാൽ കറ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി കായയുടെ കറ അതിലേക്ക് പൊക്കോളും. അതിങ്ങനെ നമ്മൾ നന്നായി കഴുകി എടുത്താൽ മതി. അതുപോലെ തന്നെ മറ്റേ കായ് നമുക്ക് നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പൊ കായ ഇങ്ങനെ നുറുക്കുമ്പോൾ ചിലർ പറയും കയ്യുമ്മ കറയോന്ന് പറയും. അതിനൊരു ടിപ്പുണ്ട്. ചിലവര് വെളിച്ചെണ്ണയൊക്കെയാണ് കൈമ പറ്റിയിട്ട് ചെയ്യുന്ന കാണാം. അപ്പൊ അതിനെക്കാട്ടും നല്ലതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട്
ഉപ്പ് ഒന്ന് പറ്റി കഴിഞ്ഞാൽ എത്ര കായ് നമ്മൾ നുറുക്കിയാലും നമ്മുടെ കയ്യുമ്മ കറിയാവില്ല. അത് നല്ലൊരു ഇതാണെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പേരിക്കും അതിനൊക്കെ നുറുക്കുമ്പോൾ ഒരുപാട് കായ് നുറുക്കുമല്ലോ. അപ്പോൾ അത് നല്ലൊരു ഇതാണ്, നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കായ് നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേന, ഇത് ഞാൻ ആദ്യം നന്നായി കഴുകിയിട്ടുണ്ട്, നല്ല മണ്ണായിരുന്നു. അപ്പോൾ കഴുകി കഴിഞ്ഞതാണ്, എന്നാലും കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും കഴുകണം, തൊലിയൊന്ന് കളഞ്ഞിട്ട്. ഇനി ചേന ഒന്ന് ക്യൂബ്സ് ആയിട്ടൊന്ന് നമുക്ക് നോക്കിയിടണം. കായും ചേനയും നോക്കി കഴിഞ്ഞിട്ട് അപ്പോൾ നന്നായിട്ട് 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് നമുക്കിത് കുക്കറിലിട്ടിരുന്ന് വേവിക്കും. അപ്പോൾ നമുക്ക് ഈ കായയും ചേനയും നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പിട്ടിട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിക്കാം. ആവശ്യത്തിന് ഇത് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി നമുക്ക്. അല്ലെങ്കിൽ കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇത് വേവാനുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. കുക്കർ അടച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ നാളികേരം, മുളകും ജീരകവും കുരുമുളകും ഉലുവൊക്കെ കൂട്ടി അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ തൈര് ഒഴിച്ചിട്ടാണ് അരയ്ക്കാറ്. ട്രഡീഷണലായിട്ട് അങ്ങനെയല്ല എന്ന് തോന്നുന്നു, അമ്മൂമ്മമാർ ക്ഷമിക്കണം. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പം ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കാറ്. നാളികേരം തൈര് ചേർത്താണ് അടിക്കാറ്. പിന്നെ ഈ ഉലുവ, അതുപോലെ കുരുമുളക്, ജീരകം, പച്ചമുളക്, പിന്നെ തൈരും. കുറേ കായും ഇതൊക്കെ വെള്ളം കൊണ്ടാ ഇത്ര വെള്ളം ഒഴിച്ചുള്ളത് കൊണ്ട് പാകത്തിന് വെള്ളമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്ക് ഇത് അരപ്പ് ചേർത്ത് തിളപ്പിക്കാം. നേരത്തെ അരച്ചു വെച്ചതാണത്. നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 തള വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് തിളച്ചാൽ മതി. പിന്നെ ഇതിലിരുന്ന് കുറുകു വരുന്നിട്ട് ഒരു പാകത്തിന് ഇപ്പോൾ തന്നെ ഓൾറെഡി കണ്ട ഈ ഒരു പരിവാണ് ഇരിക്കണേ. ഇനി കുറച്ച് ഇരിക്കുമ്പോൾ ഇപ്പം പ്രത്യേകിച്ച് മൺചട്ടിയിലാവുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായി വറ്റി നല്ല തിക്കായി വരും. നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കാം. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 1/2 ടീസ്പൂൺ കടുക് തിരിക്കും. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇടാം. ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിടാം. അതുപോലെ തന്നെ വേപ്പലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് 4 പേർക്കുള്ള ഇതാണ്. ഞങ്ങൾ വീട്ടിൽ സാധാരണ ഈ കാളൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറിയായിട്ട് തന്നെ ഉപയോഗിക്കും. പിന്നെ വേറെ എന്തെങ്കിലും കറികളുണ്ടാകുമ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ വയ്ക്കുമ്പോൾ ഈ ഒരു അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പേർക്കൊക്കെ ധാരാളം കേട്ടോ. നമുക്ക് ഇത് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം അടിപൊളി കാളൻ അവിടെ ഈ ചട്ടിയിൽ നിന്ന് തന്നെ ഇപ്പം കുറുകിയുണ്ട് നന്നായിട്ട്. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ കാളന്റെ പ്രിപ്പറേഷൻ കണ്ടല്ലോ. ഇങ്ങനെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് കുറേ ദിവസം ഇരിക്കും. ഇത് പുറത്ത് 2-3 ദിവസം ഇരിക്കും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് ഉണ്ടാക്കി. അപ്പം ഓണത്തിനൊക്കെ നമുക്ക് തലേ ദിവസം അതിന് 2 ദിവസം മുന്നൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കാളൻ.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നാളെ ഒരു തൃക്കേട്ട സ്പെഷ്യൽ കറിയുമായിട്ട് നമുക്ക് കാണാം. ബൈ. Somebody